നീ എന്തിട്ട് അവിടെ നോക്കിക്കൊണ്ട് നിക്കണേ? നല്ല മഴ, നമുക്ക് മഴയത്ത് കുളിക്കാം. അമ്മേനോട് ചോദിക്കാതെ മഴയത്ത് കുളിച്ചാലേ നല്ല വഴക്ക് കിട്ടൂട്ടാ. അമ്മ അറിയണ്ട. അമ്മ അറിയാണ്ട് കുളിക്കേ? വേണ്ട വേണ്ട, അതൊന്നും ഇവിടെ പറ്റില്ല. ഞാൻ പോവാ. ആയിഷേ, മര്യാദയ്ക്ക് ഇവിടെ നിക്ക്. നീ പോടി. പോടീന്നാ, മൂത്തോരെ പോടീന്ന് വിളിക്കാൻ പാടില്ല, പാപം കിട്ടും. എന്നാ വെറും പോ, അങ്ങനെയും പറയാൻ പാടില്ല. എന്തേലും ആവട്ടെ, ഞാൻ കുളിക്കും. ആഹാ, നീ കുളിക്കോ? എന്നാ അതൊന്ന് കാണണല്ലോ. അമ്മേ, അമ്മേനോട് പറയണ്ട. ഞാൻ പറയും. പനി വന്നാലേ അമ്മ എന്നെ വഴക്ക് പറയാ. പനി വരൂല്ലമ്മേ. നിന്നോട് ചോദിച്ചിട്ടാണോ പനി വരണേ? ആ, എന്നോട് എപ്പോഴും ചോദിക്കും. അയ്യടാ, എന്ത് കള്ളിയാ നീ. മോളെ ഐഷു, ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു കയറി വരാൻ പനി എന്താ? നിന്റെ മാമനോ? മാമനല്ല, ചേട്ടൻ. എന്റെ ചേട്ടനാ, പനിച്ചേട്ടൻ. പോയ ഐഷയെ വട്ട് പറയാണ്ട്. അമ്മേ, അവധി ദിവസമായിട്ട് ഈ ക്രാങ്ങളൊന്നും ഉറങ്ങാൻ സമ്മതിക്കണില്ലല്ലോ. എന്താണ് ഇവിടെ ബഹളം? അച്ഛാ, ഇവിടെ പനിയ ചേട്ടൻ വിളിക്കണോ? എന്തൊട്ട്? എന്താണ് ഐഷു, എന്താ പ്രശ്നം? അച്ഛാ, എനിക്ക് മഴയത്ത് കുളിക്കണം. ഓ, അത്രേ ഉള്ളൂ? എന്നാ പോയി കുളിച്ചോളൂ. പറയണേ. അല്ല കല്ലുവേ, നമ്മളൊന്നും കുളിച്ചിട്ടില്ലേ? പക്ഷെ ആ കാലൊക്കെ മാറിയില്ലേ രഘുവേട്ടാ? അന്ന് എന്ത് ചെയ്താലും ഒന്നും വരില്ല. ഇന്നതാണോ? കൊറേയൊക്കെ നമ്മുടെ മനസ്ഥിതിയും കൂടാണ് കല്ലുവേ. ഇപ്പോഴേ കുളിച്ച് ശീലിച്ചാൽ ഒരു കുഴപ്പം അവർക്ക് വരില്ല. നേരെ മറിച്ച് മണ്ണിലും മഴയിലും ഇറക്കാതെ വളർത്തുന്ന കുട്ടികളില്ലേ, അവര് വലുതായ അബദ്ധവശം ഒരു മഴ നനഞ്ഞാൽ തീർന്നു. എന്നാലും ഒരു 5 മിനിറ്റ് കുളിച്ചിട്ട് കേറിക്കോട്ടെ കുട്ടി. അല്ല, ഇത് പുതുമഴയല്ലേ? ചൂടുകാലത്തെ പൊടിയിൽ മഴവെള്ളം മുഴുവൻ അഴുക്കാവും രഘുവേട്ടാ. അതിനിപ്പോ ഇന്നല്ലല്ലോ മഴ തുടങ്ങിയത്, 3-4 ദിവസമായില്ലേ? അല്ല, മഴ നനഞ്ഞിട്ട് കേറുമ്പോഴേ അകത്തൊന്നുകൂടെ കുളിക്കില്ലേ? പിന്നെന്താ പ്രശ്നം? സമയം കളയാണ്ട് ചെല്ലടാ. ഐഷുനെ കണ്ടിട്ട് മഞ്ജുവും കുസൃതിയായിട്ട് വരുന്നുണ്ട് കേട്ടാ. എല്ലാ കുരുത്തക്കേടിനും വളം വയ്ക്കാൻ ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയാ ഇങ്ങനെ ആവാണ്ടിരുന്നാലാണ് അത്ഭുതം. ഇത് കണ്ടപ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. നമുക്ക് പോയി കുളിച്ചാലോ? എന്താണ് കേട്ടാ? വാ ഇങ്ങട്, വെറുതെ അകത്ത് കയറി ചടഞ്ഞിരിക്കാണ്ട്. കുട്ടിക്കളിയോ? മിണ്ടാണ്ട് വായി ഇങ്ങട്. അവളുടെ ഒരു ഉത്സാഹം നോക്കിയേ. എല്ലാം കിട്ടില്ല മോളെ. നിന്നെ കൊണ്ട് തോറ്റൂട്ടാ. നീ ഒന്നും മിണ്ടാതിരുന്നേ, അവള് കളിക്കട്ടെ. അശോ, ഇടിമിന്നലൊക്കെ വരുന്നുണ്ട്. നീ ആ പുഴ കഴിഞ്ഞ് പട്ടണം കണ്ടോ? എന്ത് ഭംഗിയാ ഇവിടുന്ന് കാണാനല്ലേ. നമ്മുടെ വിഷമൊക്കെ നമ്മൾ മറക്കണത് ഇവിടെ വന്ന് നിക്കുമ്പോഴല്ലേ ഏട്ടാ? സത്യം. ഇപ്പൊ എനിക്ക് ഗ്രാമം വിട്ട് പോവാനേ തോന്നണില്ല. രഘുവേട്ടനോ? എനിക്ക് കുട്ടികളും കൊണ്ടൊരു ടൂറ് പോണമെന്നുണ്ട്. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ. എവിടേക്കാ പ്ലാൻ? സാമ്പത്തിക സ്ഥിതി പോലെ. അത് പറയണ്ട, ഇല്ലേലും ഉണ്ടാക്കി പോണ ആളാണ്, അതൊക്കെ നമുക്കറിയാട്ടാ. ആഹാ, എന്നെ ആക്കുകയാണ് അല്ലേ? മനസ്സിലായി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ട് തീരുമാനിക്ക് എവിടെ പോകണം എന്നുള്ളത്. എവിടെ ആണെങ്കിലും ശരി, ഞാൻ പോവാൻ റെഡിയാണ്. എന്തു പറയണു? എവിടേക്കാ ശ്രീമതിക്ക് പോകേണ്ടത്? കയ്യിൽ എത്രയുണ്ട്, ബാങ്കിൽ എത്രയുണ്ട് ഒക്കെ ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. പെട്ടെന്ന് എടുപിടിയൊന്നും എടുക്കണില്ല, നാളെ പറയാം. അമ്മേ, അമേരിക്കയിൽ പോവാം. പക്ഷെ കാന്താരിയുടെ മോഹം ചെറുതല്ലല്ലോ. ദേ മിന്നലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് കേറാം, വായോ. അതിനു മുമ്പ് പേര് വിളിക്കട്ടെ. പക്ഷെ അച്ഛാ മറക്കണ്ട, അമേരിക്ക. അമേരിക്കയല്ല, അമരക്കായാണ് നിനക്ക് കിട്ടാൻ പോണേ. ഒന്ന് പേര് വിളിച്ചിട്ട് പെട്ടെന്ന് വായോ ആയിഷുവേ. ഹായ് റിൻഡ, ഹായ് ആയിഷ. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഫ്രണ്ട്സിന് വാട്സപ്പ് വഴി എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.